ഹായ് ഫ്രണ്ട്സ്, DSDയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ന്യൂ ഇയർ ഈവാണ്, അതായത് 31st ഈവനിങ് 6 o'clock നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ഗ്യാങ് എല്ലാവരും കൂടി ഇവിടുത്തെ യാസ് പാർക്ക് ഉണ്ട്, അങ്ങോട്ട് പോവാണ്. അപ്പോൾ പില്ലോയും സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിനിപ്പോൾ എപ്പോഴാണ് വരിക, എന്താ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കാറ് കിടന്നുറങ്ങണമെങ്കിൽ നമുക്ക് പില്ലൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ന്യൂ ഇയർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു കേക്ക് വാങ്ങിച്ചിട്ട് വേണമായിരുന്നു കേട്ടോ നമ്മളുടെ ഈ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തലേ ദിവസം നമ്മളുടെ ഫ്രണ്ട്സ് തന്നെ കേക്ക് ഒക്കെ അവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോയ വഴിക്ക് ഞങ്ങൾ അതും കൂടി മേടിച്ചിട്ടാണ് പോയത്. നല്ല മാംഗോ ഫ്ലേവർ കേക്കായിരുന്നു കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും മറ്റേ ചാർക്കോളൊക്കെ ഇട്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താ പറയുക സർക്കാർ, നമ്മളിതിനെന്താ പറയുക? ചാർക്കോൾ കത്തിക്കാന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയാലാണ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും ഉള്ള ഐറ്റംസൊക്കെ സെറ്റ് ആവുള്ളൂ. ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ. ഇവിടെ കുറച്ച് നമ്മൾ ആദ്യം ബീച്ച് സൈഡാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പിന്നെ പ്രോഗ്രാം ചെറുതായിട്ട് യാസ് പാർക്കിലേക്ക് മാറ്റിയേക്കാണ്. ഇവിടെ ആകുമ്പോൾ മറ്റേ സ്വസ്ഥം ശാന്തം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലാണ്. ആരുമില്ല, നമ്മളൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. വ്ളോഗ് ചെയ്യുന്നു, ഒരു പണി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഭയങ്കര ചീത്തയും കളിയാക്കലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തതാണ്. പക്ഷെ നമുക്ക് വെളിച്ചത്തിൻ്റെ കുറവുണ്ടായിരുന്നത് കൊണ്ട് നേരം പോലെ ഷൂട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഇരുട്ടത്തൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു നല്ല രസമായിരുന്നു. നമ്മൾ പണ്ട് പള്ളിപ്പെരുന്നാളിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തൊരു വൈബ്. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കനാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഫിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഷെയ്ഖ് സായിദ് അവിടെയല്ലേ പോയത്, ആ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൻ്റെ അവിടെയാണ് പോയത് ന്യൂ ഇയറിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാക്കേഴ്സും വെടിക്കെട്ടും പരിപാടികളൊക്കെ ഉണ്ടാവും രാത്രി. പക്ഷേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ന്യൂ ഇയറിൻ്റെ ദിവസം ഭയങ്കര തലവേദനയും പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇപ്രാവശ്യം പരിപാടി അങ്ങനെ ചെറുതായിട്ട് മാറ്റിയതാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഫാമിലി ടൈം കിട്ടും. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്ന് സംസാരിച്ച് നമുക്ക് കുറച്ചും കൂടിയും സന്തോഷിക്കാനുള്ളൊരു ടൈമും പിന്നെ ആരുടെ ശല്യമൊന്നും ഇല്ലാതിരിക്കാനുള്ളൊരു ടൈമൊക്കെ ഉണ്ട്. സ്ഥലവും അങ്ങനെയാണ്, പിന്നെ ക്ലൈമറ്റും ഇപ്പം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എന്തുകൊണ്ടും നന്നായി എന്നിപ്പോൾ തോന്നുന്നുണ്ട്. ഇതൊക്കെ ആയി വരുമ്പോഴേക്കും അത്യാവശ്യം ടൈമൊക്കെ എടുക്കും കേട്ടോ. ആൻഡ് ലിറ്ററലി എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ നിന്നിങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട്. ഞാൻ ഇതുവരെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിവേയ്സ് നൈസ് എക്സ്പീരിയൻസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിങ്ങനെയൊക്കെ ചെയ്യാമെന്ന് സത്യം പറഞ്ഞാൽ നല്ല ചൂടടിക്കുന്നുണ്ട് മുഖത്തേക്ക്. ഇങ്ങനെയൊന്നും ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല. സംഭവം കൊള്ളാം കേട്ടോ. ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ടേ നമ്മളിങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ മേത്തേക്ക് ഒരു ചൂട് കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. കിങ് ഫിഷ് ആണ് ഫിഷ് ഐറ്റംസിൽ കൊണ്ടുവന്നത് കേട്ടോ. സ്മിനുത്ത എന്തൊക്കെയോ മസാല ചേർത്തിട്ട്, സ്മിനുത്തയുടെ ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ്. നമുക്ക് കഴിക്കുമ്പോൾ വാവ് എന്നിങ്ങനെ തോന്നും. പക്ഷെ അതെന്താണ് കറക്റ്റായിട്ട് പിടി തന്നിട്ടില്ല ഇതുവരെ. ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മുങ്ങും. പക്ഷെ നമ്മളിങ്ങനെ ചോദിക്കും, ഇതിൽ എന്താ ആഡ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത്താടെ മറുപടി. കാരണം നമ്മളാരും അത്രയും പാഷനേറ്റഡ് ആയിട്ട് കുക്ക് ചെയ്യാറില്ലല്ലോ. പക്ഷേ ഇത്താടെ അത്രയും കിടിലനായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ എന്തെന്നപ്പോൾ അതിന് പറയാം, എന്താണ് ഓരോ തവണയും ഓരോ രുചിയാണ് ഇത്ത ഉണ്ടാക്കുന്ന ഫുഡിന്. അങ്ങനെ സാധനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫിഷ് ഉണ്ട്, വോയിസ് ഓവർ, ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, കബാബ് ഉണ്ട്, പിന്നെന്നുള്ള സോസേജ് ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, നമ്മൾ വിചാരിച്ചത്ര തണുപ്പൊന്നുമില്ലല്ലോ, ഭയങ്കര ചൂടാണല്ലോ, ഇനിയിപ്പോൾ ഈ ജാക്കറ്റൊക്കെ എടുത്തത് വെറുതെ ആവുമെന്നൊക്കെ കേട്ടോ. അപ്പം ഈ യാസിൽ ചെന്നപ്പോഴും അങ്ങനെയായിരുന്നു, അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആ ടൈമിൽ ഇങ്ങനെ എല്ലാവരും ബാർബിക്യൂ ചെയ്യുന്നതിൻ്റെയും ഗ്രില്ല് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഒരു ചൂട് കാരണം പൊതുവെ അന്തരീക്ഷത്തിൽ അത്ര തണുപ്പ് ഫീൽ ചെയ്യാതിരുന്നതാണെന്ന് ഞങ്ങൾക്കപ്പോൾ മനസ്സിലായില്ല കേട്ടോ. ഞാനും സഫിയത്തെയും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചെയ്യുമായിരുന്നു. ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല. ഇത് നളപാചകം എന്ന് പറയുന്ന പോലെ ആമ്പിള്ളേരായിരുന്നു എല്ലാം ചെയ്തത് കേട്ടോ.
കേട്ടോ. അവരങ്ങ് ഏറ്റെടുത്തു. ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്ന് ഓരോ സാധനങ്ങളിങ്ങനെ കഴിച്ച്, പിന്നെ ഞാൻ മെയിനായിട്ട് വ്ളോഗ് എടുക്കുക തന്നെയായിരുന്നു. അതിനെനിക്ക് ഫുള്ള് ചീത്തയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സഫിയത്തെയും സ്മിനൂത്തയും ആയിരുന്നു, പിന്നെ സൂര്യേച്ചിയും. ഇവരായിരുന്നു ഇതെല്ലാം നല്ല മസാലയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് പക്ക നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി അത്രയും പക്കയായിട്ട് കൊണ്ടുവന്നത് കേട്ടോ. ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്താണെന്നറിയോ? അതല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിൽ നമുക്കൊരിക്കലും ബോറടിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണെന്നറിയോ? നമ്മൾ ഏറെക്കുറെ എല്ലാവരും ഒരേ വൈബായിരിക്കുക, അതല്ലെങ്കിൽ പരസ്പരം ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, ആരെയും വാക്കുകൊണ്ട് പോലും ഒന്ന് ഹേർട്ട് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ളൊരു ഗ്യാങ്ങിലാണ് നമുക്ക് വീണ്ടും വീണ്ടും പോകാനും അതല്ലെങ്കിൽ അവിടെ തന്നെ എൻഗേജ്ഡ് ആയിരിക്കാനും. ആ ഗ്യാങ്ങിൽ എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താലും എത്ര തവണ വീണ്ടും വീണ്ടും കണ്ടാലും നമുക്ക് മടുക്കാതെ ഇരിക്കുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള വളരെ കുറച്ചുള്ള 1-2 ഗ്യാങ്ങിൽ ഒരു ഗ്യാങ്ങാണ് ഇത്. ഗ്യാങ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പക്ക പ്രൊഫഷണലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ പേഴ്സണൽ, നമ്മുടെ ഫാമിലി പോലെ തന്നെ ആയിട്ടുള്ള ഒരു ഫാമിലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു ടീമാണിത്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ലൈക്ക് നമുക്കൊരു കാര്യം വന്നാൽ ഏറ്റവും ആദ്യം വിളിച്ച് പറയുന്ന ഒരു കൂട്ടം. ഓൾമോസ്റ്റ് ഫുഡ് ഐറ്റംസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. കണ്ടോ, കോണെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൈനാപ്പിൾ എല്ലാം ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കഴിക്കാത്തവരൊന്നും ട്രൈ ചെയ്യണേ. പൈനാപ്പിൾ ഗ്രില്ല് എനിക്ക് തോന്നുന്നു ചീസോ ബട്ടറോ അങ്ങനെ എന്തോ ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് ചിക്കനാണ്, ഇതിലുള്ളത് ടൊമാറ്റോ സോസാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാവരും കഴിച്ച് ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു. സമയം ഒരു 8 മണി 9 മണിയൊക്കെ ആകുന്നു. അപ്പം നമ്മൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് കടക്കുവാണ്. നമുക്ക് കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, സാറിൻ്റെയും എല്ലാവരുടെയും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി എന്തെങ്കിലും ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ നൈറ്റിൻ്റെ പീക്ക് ടൈമിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ ചിക്കനും അതേപോലെ ഫിഷും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് മാഷ്മെല്ലോ, പിന്നെ ഈ കോണൊക്കെ ഇല്ലേ, സ്വീറ്റ് കോൺ, പിന്നെ അതേപോലെ ഫ്രൂട്ട്സും വെജീസൊക്കെ ഇതേപോലെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അത് ഇതേപോലെ സൂര്യേച്ചിയൊക്കെ ഇങ്ങനെ കറക്റ്റ് മസാലയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയിട്ട്. സ്വീറ്റ് കോൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ചാട്ട് മസാലയൊന്നും ഇല്ല, പക്ഷേ വേറെ എന്തോ ഒരു മസാല, ഒരു കുരുമുളക് പോലെ ഒരു ചെറിയൊരു സ്പൈസിയും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിരുന്ന് എല്ലാവരും പാട്ടൊക്കെ പാടി കുറേ ചളിയൊക്കെ പറഞ്ഞ് തമാശ കഴിച്ചിരുന്നപ്പോഴേക്കും ഒരു 10-12 മണിയായി. നമ്മൾ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഭയങ്കര എൻജോയ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു 12 മണി 12:30 ആയപ്പോൾ എനിക്ക് ശബ്ദമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയി തുടങ്ങിയായിരുന്നു, ഒരു ജാതി എയർ മാത്രം വരുന്ന പോലെ. പിന്നെ എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് കഴിച്ച്, മുറിക്കുകയും കട്ട് ചെയ്യും സെയിം അല്ലേ. എനിവേസ് അത് ചെയ്ത് കഴിച്ച് അയ്യോ ഭയങ്കര വൈബായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ ശരിക്കും രാത്രി ഇവിടെ നിൽക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയതാട്ടോ. പക്ഷേ അത്രയും നേരം ഇരുന്ന് ഈ ചളി അടിച്ച് തമാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചെറിയൊരു ക്ഷീണം പോലെ ആയി തുടങ്ങി. അപ്പം നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പതുക്കെ വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാത്രി തിരിച്ചെത്തിയതൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ്. ഭയങ്കര ടയേർഡായിരുന്നു എന്നതിനേക്കാൾ കൂടുതൽ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല ഒരു സ്റ്റാർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എല്ലാവരും കൂടെ അത്രയും ചിരിച്ചിട്ട്, എനിക്ക് സൗണ്ടില്ല, ഞാൻ അത്ര പതുക്കെ സംസാരിക്കുകയാണ്. കാരണം ചിരിച്ചിട്ട് ചളി വെച്ചിട്ട് അടിച്ചിട്ട് എനിക്ക് ശബ്ദമില്ല. കഴിഞ്ഞ ന്യൂ ഇയറൊക്കെ നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. ഈ സമയത്തൊന്നും നമ്മൾ എണീക്കുന്നുണ്ടായിരുന്നില്ല, തലവേദന എടുത്തിട്ട് നൈറ്റ് മുഴുവൻ ഉറക്കം കളിച്ചിട്ട്. സോ ഇതങ്ങനെയല്ല, നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. നമ്മൾ കുറേ സംസാരിച്ചു, കുറേ കളിച്ചു, ചിരിച്ചു, കളിയാക്കി, നല്ലതായിരുന്നു. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് റിഗാർഡ്സ്. DS ബൈ.